സമാന്തയുടെ വെഡിങ് ലുക്ക് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ. ബ്രൈഡൽ സാരിയുടെ ഫാബ്രിക് കട്ടാൻ സിൽക്ക് ഫാബ്രിക്. അതിൽ ഒരു 3-4 ഇഞ്ച് ബോർഡർ വീവ് ഉണ്ട്. അത് കൂടാതെ ചെറിയ പൗഡർ സരി ബൂട്ടീസ് ആണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ മാസ്റ്റർ ആർട്ടിസൻ 2-3 ആഴ്ച എടുത്ത് വീവ് ചെയ്തൊരു സാരിയാണിത്. വീവ് കൂടാതെ ഇതിൽ ജർദോസി വന്നിട്ടുണ്ട്, കുഞ്ഞു മിറേഴ്സ് വന്നിട്ടുണ്ട്, ഓൾസോ കദ്ദാനയും വന്നിട്ടുണ്ട്. പ്ലെയിൻ ഫാബ്രിക്കിൽ എംബ്രോയിഡറി കൂടെ ചെയ്തിട്ടുണ്ട് സാരി ബ്ലൗസിൽ. ബാക്കിലെ മോട്ടീഫാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ബാക്കിൽ ഹൈനെക്ക് വന്നിട്ട് ഒരു വലിയൊരു മോട്ടീഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ട്രീ ഓഫ് ലൈഫ് ആസ് വെൽ ആസ് ദേവിയുടെ 3rd ഐയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിക് ഗോൾഡ് ജ്വല്ലറി ആണ് ഇൻ ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആസ് എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട്, സമാന്തയുടെ എൻഗേജ്മെൻറ്റ് റിംഗ് ആണ് ഇവിടെ ടോക്ക് ഓഫ് ദ ടൗൺ. പോർട്രേറ്റ് കട്ട് എന്ന് പറയുന്ന സ്റ്റൈലാണ് ഈ റിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് റിസർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു മുഗൾ എറ ടൈംസിൽ വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി ഷാജഹാൻ മിനിയേച്ചർ പെയിന്റിങ്സും അല്ലെങ്കിൽ റോയൽ പെയിന്റിങ്സ് ഒക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണിത്. ഹെൻസ് തന്നെ നടുക്കുള്ള പോർട്രേറ്റ് കട്ട് ഡയമണ്ട്സ് കൂടാതെ ചുറ്റും 8 കസ്റ്റം പോർട്രേറ്റ് ഡയമണ്ട്സും കൂടെ പെറ്റൽസിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര ഈസി ആണെങ്കിലും ഇതിൽ എക്സ്ട്രീംലി കോംപ്ലെക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജ്വല്ലറി ഡിസൈനർ ആണ്. സെൽവി ആൻഡ് പല്ലവി ഓൺ ചെയ്യുന്ന ദി ഓപ്പൺ ഹൗസ് സ്റ്റുഡിയോ ആണ് ഈ ലുക്ക് ഇൻ ടോട്ടൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ വളരെ ക്ലാസിക് ആയിട്ടുള്ള ചോയ്സസ് എടുത്തിട്ട് എവിടെയൊക്കെയാണോ സിംബോളിക് ആയിട്ടുള്ള ചോയ്സസ് ആഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എല്ലാം ആഡ് ചെയ്തിരിക്കുന്ന ഒരു ടോട്ടൽ ലുക്കാണിത്.